രാവിലെ 8:30 ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, ചേച്ചി സ്കൂളിൽ പോകുന്നില്ല. ഇപ്പോൾ സ്കൂളില്ല, അപ്പം ഞാൻ മാത്രമാണ് ഇവിടെ സ്കൂളിൽ പോകുന്നത്. അപ്പം ഞാൻ 8:55 ഇറങ്ങും. 2000 years later. പാലെടുക്കാം. ഇന്ന് പറയുന്നത് ചേച്ചി വന്നിട്ട് പിറ്റേ ദിവസമാണ്. ഇന്നലെ രാത്രി 11 മണിയായപ്പോഴാണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. ഒരാണ്ടുണ്ടായിരുന്നു. ആണ്ട് കഴിഞ്ഞിട്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് രാവിലെ അല്ല, വൈകുന്നേരം 5 മണിയല്ലേ. ഞാൻ സ്കൂളിൽ നിന്ന് വരാൻ നേരം വൈകി. 5:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. എങ്ങടാ മണ്ണിൽ കടി ഞാൻ റീലുണ്ടാക്കാൻ വേണ്ടി പോവാണ്. റീലെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ചോറും കറിയും വെച്ച് കളിക്കണ പോലെ കളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അപ്പം ഞാൻ റീലെടുത്തിട്ട് ഞാൻ അവളോട് പറയാം, ഈ ചോറ് സെറ്റാക്കിയിട്ടാണ് നമുക്ക് മാങ്ങ അടിച്ചത് കഴിക്കാം ഗൈസ്. എനിക്ക് ചോറ് സെറ്റാക്കുമോ? ഒരു പ്ലേറ്റ് ഇതാ പ്ലേറ്റ് ഇട്ടാ. ഇനി അതും പറ്റില്ലെങ്കിൽ ഇവിടെ വേറെ എടുക്കണം. 2 പ്ലേറ്റിൽ സാധനങ്ങൾ മൊത്തം വേണം, കുറേ വേണം. സെറ്റ് നമുക്ക് പോയിട്ട് കളിക്കാം. റീലെടുക്കാൻ എൻ്റെ അനിയത്തി അഥവാ അവൾ സമ്മതിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയുടെ മുന്നേ കൂടെ നടന്നു പോവാൻ അങ്ങനത്തെ പ്രശ്നമായിരുന്നു. ഞാൻ റീൽ എടുക്കണ്ട വിചാരിച്ചു. അവളുടെ ഫുഡ് എനിക്ക് വേണ്ടാന്നും വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു പരിപാടി കാട്ടാൻ പോവുകയാണ്. അതിൻ്റെ ഫ്ലാഷ് ബാക്ക് നിങ്ങൾ കണ്ടിട്ടോ. എല്ലാം അവളുടെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ഫുഡ് എടുത്ത് കളയാൻ പോവാണ്. എന്നിട്ട് കരയാണെങ്കിൽ നമുക്ക് മാങ്ങ പൊട്ടിച്ച് ഇടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഫ്ലാഷ് ബാക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ആ പരിപാടി നോക്കാം, എന്താ അവൾ ചെയ്യണേന്നും ഒക്കെ നോക്കാം. എന്താ ചെയ്യണേ? എന്തത് ടയറുമൊക്കെ കയറിയെന്ന് ചേച്ചു ടയറുമ്മ കയറിക്കേ. വേറെ ഡ്രസ്സില്ല കേട്ടാ, കൊയ്യ കുളിപ്പിച്ചവരെ. അവിടെ ഇട്ടോ, ടയർ നശിപ്പിക്കാനല്ല, തിരിച്ചിടല്ലേ, അത് ചെളിയാണ്. ടയർ അങ്ങട്ടാ, ഇതെങ്ങട്ടാ? ഏതാണ്ട് പുട്ട്. ഓ കാലിനൊക്കെ പോയി ചെരുപ്പിട്ടിട്ട് വരാം. അമ്മൻ്റെ വീട്ടിലിടുന്ന പഴയ ചെരുപ്പത്, മറ്റേ മെഡി പ്ലസിൻ്റെ എന്താ അപ്പം അതിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഏതാ ഫുഡ്?
നോട്ടെ കൈതാ കൈക്കുതാ കൈക്കുതാ ആ പാത്രം അങ്ങനെ വെച്ച ഇതാണ് ഫുഡ്. ഇതാണ് ഗൈസ് അവൾക്ക് തരാം. ഇതാണ് എനിക്ക് തരാൻ വേണ്ടി വെച്ച ഫുഡ്. അമ്മക്കൊരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. പ്രാങ്ക് സക്സസ് ആയി. ഇറ്റ്സ് എ പ്രാങ്ക്. ഒരു സർപ്രൈസ്. എന്റെ മേത്തൊക്കെ അങ്ങനെ വെച്ചത് വെച്ചാൽ നല്ല കിട്ടും, അടി കിട്ടും. സർപ്രൈസ് അതാ സർപ്രൈസ്. അങ്ങോട്ട് നോക്കുക, അതിലേക്ക് നോക്കടി, മിച്ചേക്ക് നോക്കൂ. എന്താ കുറുക്കനാ അത് നോക്കടി, ആ സാധനത്തിന് നോക്കടി. ക്ലിയർ അല്ല എന്തോ സർപ്രൈസ് കിട്ടും. മേത്തെങ്ങാനും വെച്ചത് വെച്ചാൽ നല്ല കിട്ടും. ഇവിടെ നീ ചെയ്യോ? നീ ചെയ്യോ? നമുക്ക് ഒരു സാധനം ഉണ്ടാക്കിയല്ല ഗൈസ്. അപ്പൊ ഞാൻ പോയിട്ട് കത്തിയോടറി അതവിടെ ഇട്ടിട്ട് വായിച്ചു വെച്ചോ, കൈ ആക്കിട്ട് വായോ, നമുക്കൊരു സംഭവം ഉണ്ടാക്കാം ഗൈസ്. സാധനം പാളി, പക്ഷെ അല്ല സാധനം ഞാൻ പറഞ്ഞ പോലെ നടന്നെങ്കിലും അവൾ കരഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു വാക്ക് കൊടുത്തു ഗൈസ്. സാധനം ഉണ്ടാക്കാം. കളയല്ല നശിപ്പിക്കല്ലേ, അത് തിരിച്ചിടും. ഒരു വലിയ പണിയുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. പോയി കൈയിട്ടിട്ട് വാ. എന്താ വെച്ചാൽ മാങ്ങ ഇടിച്ചത് കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ഞാൻ കുറേ ചാടിയിട്ടും ഒക്കെയാണ് ക്യാമറ എടുക്കണത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ മാങ്ങ ഇടിച്ചത് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ നിലത്തിറക്കിക്ക്. അപ്പം മാങ്ങ ഇടിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങ പറിക്കണം. ഈ മാങ്ങ ആണോ, ഞാൻ ഫ്രിഡ്ജിലൊരു മാങ്ങ ഉണ്ടായിരുന്നു, ഒരു വലിയ മാങ്ങ. അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം. ഇടിക്കണം എന്തായാലും. അതെന്ത് പ്ലാസ്റ്റിക് കവറാണ് ഞാൻ യൂസ് ചെയ്യാം മെയിൻലി. അത് ഇടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇതുവരെയും ഞാൻ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സാധനത്തുമ്പോൾ എനിക്ക് എപ്പോഴും കുട്ടികളാണോ. അപ്പം നമ്മൾ മാങ്ങ ഇടിച്ചത് ഉണ്ടാക്കാൻ പോവാണ്. ചേച്ചിയാ ചിപ്പ് താത്താക്ക പറഞ്ഞാൽ മതി. ഞാനും ചേച്ചിയും കൂടെ നിലത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കാൻ പോവാണ്. അമ്മാട് ചോദിക്കി മാങ്ങണ്ടാ മുറിക്കാത്തത്? മുറിച്ചതാലോ? തൊടല്ലേ, പോയി കൈയടി. മൂക്കി കൈയിട്ടിട്ട് അവിടെ വായാലും കൈയിട. മാങ്ങ കിട്ടി. ചക്ക പോലത്തെ മാങ്ങ. അപ്പൊ ഈ മാങ്ങ നമുക്ക് ഇടിക്കണം. മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മാങ്ങ. അപ്പം ഈ മാങ്ങ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇടിക്കാൻ പോവാണ്. അങ്ങോട്ട് നീങ്ങ. കുത്തരുത്. അതെ, ഞാൻ മുറിച്ചോ. കൈ അവിടെ വെക്കാൻ പാടില്ല. അത് തൊടാൻ പറഞ്ഞില്ല ഞാൻ.
വെറും അറിയോ അതിന് ഷോക്കേഴ്സിൽ കുറച്ച് പ്ലാസ്റ്റിക് കവറിൽ ഒരു പ്ലാസ്റ്റിക് വലിയ കവറാണ് എടുക്കുക ഷോക്കേഴ്സിൽ കേട്ടാ ഈ സാധനം എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് കഴിച്ചു നോക്കട്ടെ ഞാൻ തുണ്ടെടുത്ത് മുട്ട ഇത് വെറുതെ കഴിക്കാനും മുളക് ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഗുഡ് ഗേൾ ഇനി അത് തൊട്ടാ ആ മാങ്ങ കത്തി ഒന്നനക്കെന്നെ പറയാൻ പറ്റും ഓട് അയ്യോ നല്ല പാട്ട് ഓ നല്ല പാട്ട് ആ സ്ഥലത്തോട്ട് ഇക്കൊന്നും വിളിക്കാം എടുത്തോണ്ട് വരാം കഴിച്ചോ ചില മക്കരുള്ള ഞാൻ ഈ മാങ്ങ അങ്ങനെ വീട്ടിൽ കൊടുക്കാനേ പൈപ്പാരി കൂട്ടും മര്യാദ അപ്പോൾ ഉപ്പും മുളകും വേണ്ട മോളി പോപ്പാ ലൈറ്റ് എടുത്ത് തരാ ഏയ് പോയില്ല പല്യ സ്റ്റോർ റൂമിലത്തെ ലൈറ്റ് ഞാൻ പണിയിച്ചതല്ല ഈ ഇതും കൊണ്ടിട്ട് ഇരുട്ടായി തുടങ്ങി അപ്പം 6:30 ആവാനായി തുടങ്ങിയിട്ടുണ്ട് ഒറ്റമ്മയുടെ മുന്നിൽ ഇത് ഇടിച്ചിട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ ഉപ്പും മുളകൂട് ശക്തിയിലടിക്കത് പേപ്പർ വിട്ടേ അടിക്കത് ഇങ്ങനെ അടിക്കത് അടിച്ചോ പോവാൻ കഴിച്ച നമുക്ക് നിലത്തേക്ക് പോ ഇറങ്ങ് ഉപ്പും മുളകൂടാ അല്ലേ ഓക്കെ ഗായ്സ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ബാലൊക്കെ പൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് നടക്കാറ് പറ്റിച്ചിഞ്ഞു കൊണ്ടില്ല ഞാൻ
അടിച്ച് പൊട്ടിണ്ട്. അവിടെ ഇരുന്നോ? ഇതാണ് ഈ എന്തിനവിടെ വന്നിട്ട് കൊതിയിറക്കണേ? ഈ സാധനം ഇഷ്ടല്ല, അവിടെ പോയിരിക്കേ. അരിയൊന്നും വേണ്ട, ഞാൻ കഴിച്ചോ. കേട്ടല്ലോ. നല്ല മധുരമുള്ള മാങ്ങയുടെ സാധനം. ഉപ്പും മുളക് കൂട്ടാണ്ടല്ലോ. അവിടെ പോയിരിക്കണേ. ആ ഇച്ചു മനസ്സിലായില്ല. പോയി ആ എന്നടി വണ്ടി അങ്ങനെ അരിഞ്ഞ് അങ്ങനെ അരിഞ്ഞെടുക്കാണ്. അയ്യോ മാണ്ടി ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് കൂടുതല് ചൂന കൂടുതല്. അയ്യോ ചേച്ചി ഇങ്ങോട്ട് വരാൻ പാടില്ല, ഗസ്റ്റുകളാണ്. ഈ ഗസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഞാൻ മാത്രം വെച്ചിട്ടുണ്ട്, വെറുതെ ഡ്രസ്സ് വെച്ചിട്ടുള്ളത്. ചെച്ചുവിനാണ് ഏറ്റവും കൂടുതലായിട്ടും പാത്രം തിക്കി നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും ഇല്ലാത്ത കാരണം വെച്ചേരം പോലെ ഓക്കെ. അപ്പൊ ഇതാണല്ലേ, ഇതാട്ടോ ചുച്ചുവിന്റെ കൊറേ ചുറ്റുണ്ട്. അതിനൊന്നുമില്ല, അതിലരിഞ്ഞിട്ട് അണ്ടയിലിട്ടാണ്. അപ്പൊ ഇതിന്റെ റെസിപ്പിയാണ്. അതിനിപ്പോ തിന്നില്ല. ഇത് ഉപ്പും മുളകും ഇട്ട് മാഗ്നേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാ കുറച്ചു നേരം അത് ഉപ്പും മുളകും ഇല്ലേ മാങ്ങ പിടിപ്പിക്കാൻ വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൽ സ്കെച്ച് ചെയ്തിട്ട് അന്നാലെ സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ചേച്ചുവിന് ഇപ്പൊ തന്നെ തരാം.
താത്ത കഴിഞ്ഞ് സെറ്റായിട്ട് കഴിക്കുള്ളൂ. കൊഞ്ചാണ്ട് സംസാരിക്കുകയാണെങ്കിൽ കൊഞ്ച് ആ ഇങ്ങനെ പറയാം. ഇത് വെറുതെ അഭിനയിക്കുകയാണ്. ഒക്കെ വിശ്വസിക്കേണ്ട പൊന്നാരും ഉമ്മയും ഒരു പീസ്, ഒരു കുഞ്ഞു പീസ് ബൗളൊന്നും പിടിക്കണ്ട, ടേസ്റ്റിന് മാത്രം. ഈ നല്ല അടപ്പ് കൊണ്ട് നല്ലൊരു പാത്രം കൊണ്ട് തന്നെ മൂടി വെക്കണം.